ഹലോ, ഞാൻ ദേവി ദേവ്ദ. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ ട്വിൻ ഫ്ലെയിം ഒരു ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ സോള് തന്നെയാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ സോള്. പക്ഷെ അവരുടെ ഹയർ സോൾ എപ്പോഴും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും തിരിച്ചും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ 3Dയിൽ നമ്മൾ കോണ്ടാക്റ്റിലല്ലെങ്കിൽ 3Dയിൽ ഒരു ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമുക്ക് ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ വഴി മെസ്സേജസ് തരും. അതിൽ കൂടുതൽ മെസ്സേജസ് പാട്ട് വഴിയാണ് വരാറ്. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പാട്ട് വഴി പല രീതിയിൽ വരാം. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതി വെച്ചേക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും, ഇത് എൻ്റെ ട്വിൻ ഫ്ലെയിം എനിക്ക് തരുന്ന മെസ്സേജാണെന്ന്. ആ ഇൻറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് അവർ തരുന്ന മെസ്സേജാണ്. അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിംസ് ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് പറയുന്നത്. കാരണം അവർക്ക് മനസ്സിലാവും, വേറെ ആൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കും, പക്ഷേ അതിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമുക്ക് തരുന്ന പാട്ട് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ചാനൽ സോങ്സ് ആയിട്ട് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ ചാനൽ സോങ്സ് അവരുടെ ചാനലിൽ കളക്റ്റീവിന് വേണ്ടിയിട്ട് ഇടാറുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിം കളക്റ്റീവിന് വേണ്ടിയിട്ട് പോലും പാട്ടുകൾ ചാനൽ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ മെസ്സേജസ് കിട്ടിക്കൊണ്ടിരുന്നത് പാട്ട് വഴിയാണ്. ഞാൻ പാട്ടുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഞാൻ പാട്ട് എഴുതുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കണക്റ്റഡാണ് പാട്ടുമായിട്ട്. അതുപോലെ തന്നെ എൻ്റെ ഡിവൈൻ മാസ്കുലിനും പാട്ട് ഒത്തിരി ഇഷ്ടമാണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പാട്ട് കേൾക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഹയർ സെൽഫ് എനിക്കെപ്പോഴും പാട്ടുകളിൽ കൂടെയാണ് മെസ്സേജസ് തന്നുകൊണ്ടിരിക്കാറ്. ഈ ജേണി തുടങ്ങിയപ്പോൾ പോലും എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടിക്കൊണ്ടിരുന്നത് പാട്ട് വഴിയാണ്, ചാനൽ സോങ്സ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിത് മനസ്സിലാവില്ല, നമുക്ക് തോന്നുന്നതാണോ എന്നൊക്കെ തോന്നും. പക്ഷേ പതിയെ പതിയെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഇൻറ്റ്യൂഷൻ കൂടി വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എത്ര പാട്ട് കേട്ടാലും നമ്മുടെ ഡിവൈൻ മാസ്കുലിൻ തരുന്ന പാട്ടായിരുന്നു നമുക്കറിയാം. തിരിച്ചും അത് അവരവേക്കണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മുടെ സോളിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് ഏത് പാട്ട് വഴിയാണ്, എങ്ങനെയാണ്. ചിലപ്പം പാട്ടായിരിക്കത്തില്ല, ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു വീഡിയോ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സന്ദർഭത്തിനനുസരിച്ചായിരിക്കും പാട്ട് കിട്ടുന്നത്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണെങ്കിൽ വിഷമിക്കരുതെന്ന് പറയുന്ന പാട്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പം സന്തോഷമുള്ള ഏതെങ്കിലും ആ സന്തോഷത്തിൽ നമ്മുടെ കൂടെ കൂടുന്നൊരു പാട്ടായിരിക്കാം. എന്താണെങ്കിലും നമുക്കൊരു മെസ്സേജാണ്. ചിലപ്പോൾ നമ്മളൊരു പാട്ടിൽ കൂടെ മെസ്സേജ് തരാൻ ചോദിച്ചാൽ അവർ മെസ്സേജ് തരും. 3Dയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലും അവർ മെസ്സേജ് തരും. അപ്പോൾ ഇതാണ് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ. പാട്ടുകൾ മാത്രമല്ല, ഞാൻ പാട്ടിൻ്റെ കാര്യം മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ട്വിൻ ഫ്ലെയിം ടെലിപ്പതി വളരെ വളരെ സ്ട്രോങ് ആണ്. ടെലിപ്പതിക്കലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ട്വിൻ ഫ്ലെയിംസിൽ. അതിലൊന്ന് ഈ മെസ്സേജസ് പാട്ട് വഴി വരുന്നതാണ്. പല രീതിയിലും വരാം. ഇൻറ്റ്യൂട്ടീവായിട്ടൊരു തോട്ടായിട്ട് തന്നെ വരാം. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് നമുക്കൊരു നമ്മളിപ്പോൾ അവരെ സോളായിട്ട് നമ്മൾ നമ്മൾ പോലും അറിയാം നമ്മൾ അവരെ സോളുമായിട്ട് ഫ്രീക്വൻ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒരു മറുപടി വരും. ആദ്യമൊക്കെ നമുക്കൊരു സംശയമായിരിക്കും, നമുക്ക് തോന്നുകയാണോ എന്ന്. പക്ഷേ അല്ല, അത് സത്യമാണെന്നുള്ള രീതിയിലെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും തോന്നിയതല്ല, അവർ നമ്മളടുത്ത് സംസാരിച്ചത് തന്നെയാണ്. പലർക്കും അവർ സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അത്രയും സ്ട്രോങ് ആയത് നമ്മുടെ ഓരോ ക്ലിയർ സെൻസസിൻ്റെ എത്ര സ്ട്രോങ് ആണ് അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതായത് നമ്മുടെ കാണാനുള്ള എബിലിറ്റി, കേൾക്കാനുള്ള എബിലിറ്റി ഈ 3D രീതിയിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലാണെങ്കിൽ നമുക്ക് ആ രീതിയിലായിരിക്കും നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഇൻറ്റ്യൂട്ടീവ് നോയിങ് നമുക്കുണ്ടാവും. ഓക്കെ, ഇതെൻ്റെ ഡിവൈൻ മാസ്കുലിൻ എനിക്ക് തന്ന മെസ്സേജാണ് എന്ന്. 3Dയിൽ കണക്ഷൻ 3Dയിൽ കോണ്ടാക്റ്റ് കുറച്ച് കുറവായിട്ട് നിൽക്കുന്നവർക്കായിരിക്കും ഈ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. കാരണം അവർക്കത് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു വഴി. അതുകൊണ്ട് അവരുടെ സോള് അങ്ങനെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 3Dയിൽ അവർ അവയ്ക്കേണ്ട ആയില്ലെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവില്ല, അവർ മിണ്ടാതിരിക്കുകയായിരിക്കും, സൈലൻസിലായിരിക്കും. പക്ഷേ അവരുടെ സോൾ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം അവർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ഹയർ സെൽഫ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എപ്പോഴും പാട്ടുകളും എല്ലാം തന്ന് നിങ്ങളെ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.